ടു ബാറ്റിൽ ഓഫ് ഐഎഎസ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ കണ്ടൻഷ്യസ് ആയിട്ട് നിൽക്കുന്ന വഖഫ് അമെൻമെൻറ്റ് ബിൽ 2025 കീ പ്രൊവിഷൻസും ഇംപ്ലിക്കേഷൻസും അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിൻ്റെ ടേബിളിങ്. പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ ബയസ്ഡ് ആയിട്ട് കാണാതെ വളരെ ഫാക്ട് ബേസ്ഡ് ആയിട്ട് ആ ഒരു ബില്ലിനുള്ളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് മാത്രം നമുക്കിതിനെ ഒന്ന് നോക്കിക്കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ 1995 ഒരു വഖഫ് ആക്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആക്ടിൻ്റെ അമെൻമെൻ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ടേബിൾ ചെയ്യുന്നത്. 2024 ഓഗസ്റ്റ് 8 ഓൾറെഡി ലോക്സഭയിൽ ഈ ഒരു ബില്ല് ടേബിൾ ചെയ്യുകയും പിന്നീട് ഇതൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് പഠനത്തിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനൊക്കെ ഇത് മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ അത് റീടേബിൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മൊമെൻറ്റിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം എന്താണ് വഖഫ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ വഖഫ് അമെൻമെൻറ്റ് ബിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം വഖഫ് എന്താണെന്ന് അറിയണം. അപ്പം വഖഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ഒരു ജീവകാരുണ്യം എന്നുള്ള തരത്തിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ ഒരു പ്രോപ്പർട്ടി കൊടുക്കുകയും ആ ഒരു പ്രോപ്പർട്ടി ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ 3 മതപരമായ കാര്യങ്ങൾക്കും ഭക്തിപരമായ കാര്യങ്ങൾക്കും ജീവകാരുണ്യപരമായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടീനെ യൂസ് ചെയ്യുന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത് മൂവബിൾ പ്രോപ്പർട്ടി ആവാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവാം. അപ്പം ഇത്തരത്തിൽ കൊടുത്ത പ്രോപ്പർട്ടിയാണ് വഖഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിശ്വാസത്തിന് പുറത്ത് ആളുകൾ കൊടുക്കുന്ന ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് കരുതപ്പെടുന്നത് ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അള്ളാഹു അഥവാ ദൈവമാണ്. അപ്പം ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾ മാത്രമാണ് ഇവിടെയുള്ള വിശ്വാസികൾ എന്ന രീതിയിൽ കാണുന്നത്. ഇത്തരത്തിൽ ഒരു പ്രോപ്പർട്ടിയെ വഖഫായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ 3 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു സെൽഫ് ഡിക്ലറേഷനിലൂടെ ഒരാൾക്ക് സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്യാം, എൻ്റെ ഈ പ്രോപ്പർട്ടി ഇനി മുതൽ വഖഫായിരിക്കും, ഞാനതിന് കൊടുക്കുകയാണെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ലോങ് ടേം ആയിട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി മതപരമായ അല്ലെങ്കിൽ റിലീജിയസ് ആയ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു വഖഫ് എന്ന തരത്തിൽ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ ലോങ് ടേം യൂസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് അത് പിന്നീട് ഒരു വഖഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, എൻഡോമെൻറ്റ് വെൻ സക്സഷൻ എൻഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെയാണ് പ്രൈവറ്റ് വഖഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് പ്രൈവറ്റ് വഖഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരാൾ വഖഫായി കൊടുക്കുന്നുണ്ട്, എന്നാൽ അത് പൂർണ്ണമായും അയാളുടെ ജീവിതകാലത്തിൽ കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം അയാളുടെ പ്രൈവറ്റായ യൂസുകൾക്ക്, അയാളുടെ ഫാമിലി റൺ ചെയ്യാനാവാം, അത്തരത്തിലുള്ള പ്രൈവറ്റ് യൂസുകൾക്കും റിമൈനിങ് പാർട്ട് ഈ വഖഫ് എന്ന രീതിയിൽ ഈ ഒരു മതപരമായ കാര്യങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വൺസ് ആ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സക്സഷന് ശേഷം അയാളുടെ ജീവിതകാലത്തിന് ശേഷം ആ ഒരു പ്രോപ്പർട്ടി വഖഫായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3 തരത്തിലാണ് വഖഫ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വഖഫിനെ പറ്റി പറയുമ്പോൾ ഇവിടെ കുറച്ച് കണ്ടീഷൻസുകൾ നോക്കണം. ഒരു പ്രോപ്പർട്ടി ഒരു തവണ വഖഫ് ലാൻഡായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ വഖഫ് ലാൻഡ്. ഇത് സുപ്രീം കോർട്ട് തന്നെ ഒരു തവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മുൻപ് പറഞ്ഞു ഒരു വഖഫ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പ്രോപ്പർട്ടിയെ മാറ്റുന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. അത് റിലീജിയസ് ആവാം, പയസ് അതായത് ഭക്തിപരമാകാം, അല്ലെങ്കിൽ ചാരിറ്റി എന്ന പർപ്പസിലേക്കാവാം, അതായത് ജീവകാരുണ്യം എന്ന പർപ്പസിലേക്കാവാം. ഈ പറഞ്ഞ 3 പർപ്പസിലേക്കല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഈവൻ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റുകൾ, ഓഹരികൾ, ലാഭങ്ങൾ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ പോലും, ഇത്രയുള്ള ഗെയിനുകൾ പോലും ഈ പറഞ്ഞ 3 പർപ്പസിലേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഈ ഒരു പ്രോപ്പർട്ടി വഖഫായി മാറ്റിക്കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്താവലി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി, ഒരു വ്യക്തിയെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലൊരു മുത്താവലി എന്ന് പറയുന്ന പോസ്റ്റിനെ ഒന്നെങ്കിൽ ആ വാക്കിഫ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റി ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ വ്യക്തിയായിരിക്കും പിന്നീട് ഈ വഖഫ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒരു 4 കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ എന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് വഖഫ് എന്ന് പറയുന്നത് വലിയ ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒരു കാര്യം നോക്കിയാൽ, ഇന്ത്യയിലെ വഖഫ് ബോർഡ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻ, ഒരു നിയമത്തിൻ്റെ നിയമസാധുതയോട് കൂടിയ ലീഗൽ പ്രൊട്ടക്ഷൻ അനുഭവിക്കുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് അർബൻ ലാൻഡ് ഓണറാണ്. അതായത് ഇന്ത്യയിൽ ആംഡ് ഫോഴ്സിനും ഇന്ത്യൻ റെയിൽവേക്കും ശേഷം ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്തിരിക്കുന്ന എൻറ്റിറ്റി വഖഫ് ബോർഡാണ്. നോക്കുകയാണെങ്കിൽ ഏകദേശം 8.7 ലക്ഷം പ്രോപ്പർട്ടീസ്, അതും 9.4
4 ലക്ഷം ഏക്കറോളം വരുന്ന സ്ഥലങ്ങൾ വഖഫ് ബോർഡിൻ്റെ അണ്ടറിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ഒരു എസ്റ്റിമേറ്റഡ് വർത്ത് എടുക്കുകയാണെങ്കിൽ 1.2 lakh crore വരും എന്നാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഈ വഖഫ് എന്ന രീതി ഇന്ത്യയിൽ വന്നതിൻ്റെ ആ ചരിത്ര വഴികളിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു രീതി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സുൽത്താൻ മുയിസുദ്ദീൻ സാം ഗൗർ അഥവാ മുഹമ്മദ് ഗോരി എന്ന രാജാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന 2 വില്ലേജസ് മുൽത്താൻ ജമാ മസ്ജിദിന് വിട്ടുകൊടുക്കുകയും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഡൽഹി സുൽത്താനത്തിൻ്റെ കാലത്തും പിന്നീട് വന്ന എല്ലാ ഇസ്ലാമിക് ഡൈനാസ്റ്റികളും ഈ ഒരു രീതി പിന്തുടരുകയും അങ്ങനെ വഖഫിൻ്റെ അളവ് കൂടി വരികയും ചെയ്തിട്ടുണ്ട്. കുറേ കാലം കഴിഞ്ഞ് നമുക്കറിയാം ഇവിടെ ബ്രിട്ടീഷിൻ്റെ ഭരണം വരുന്നുണ്ട്. അപ്പോൾ ഒരു ലേറ്റ് 19th century ഒക്കെ ആയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ബ്രിട്ടീഷ് രാജൻ്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നുണ്ട്. ബ്രിട്ടീഷിൻ്റെ പ്രൈവി കൗൺസിൽ ഈ വഖഫിനെ വളരെയേറെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കുറച്ച് കമൻറ്റുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത് പെർപെച്വേറ്റി ഓഫ് ദ വേസ്റ്റ് കൈൻഡ് എന്നാണ് ഈ ഒരു വഖഫിനെ അവർ മെൻഷൻ ചെയ്തത്. അതുപോലെ ഈ വഖഫുകൾ ഇൻവാലിഡ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേ ബ്രിട്ടീഷ് തന്നെ പിന്നീട് 1923 മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്നൊരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ 1913 ഒരു റെഗുലേഷനും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ റെഗുലേഷനാണ് ആദ്യമായിട്ട് വഖഫിനെ ഫോർമലി ഇവിടെ ലെജിറ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനുശേഷം പിന്നീട് ഈ ആക്ടിന് അമെൻമെൻറ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മൾ ഈ ഒരു വഖഫിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായി ഇന്ത്യൻ ഗവൺമെൻറ് 1954 സെൻട്രൽ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം ഇതിനൊരു അമെൻമെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തി 1964 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ സെൻട്രൽ വഖഫ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ 1954 സെൻട്രൽ വഖഫ് ആക്ട് ആണ് ശരിക്കും വഖഫുകളുടെ സെൻട്രലൈസേഷനിലേക്കുള്ള ഒരു ഫസ്റ്റ് പാത്വേ എന്ന് പറയുന്നത്. പിന്നീട് 1995 ഈ ഒരു ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ആക്ട് നിലവിൽ വന്നു. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇന്ത്യയിൽ 32 വഖഫ് ബോർഡുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ആക്ടിന് പിന്നീട് പലതവണ അമെൻമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. 2013 ഇതിനൊരു എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 ഈ വഖഫിനെ റിപ്പീൽ ചെയ്യണം എന്ന് കൊണ്ടുകൊണ്ട് ഒരു ബില്ല് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആക്റ്റായി മാറിയില്ല. പിന്നീട് 2024 ഈ വഖഫ് അമെൻമെൻറ്റ് ആക്ട് മുന്നോട്ട് വരുന്നത്. അപ്പം ഒരു വഖഫിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു വഖഫ് കൗൺസിലിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റോൾ എന്താണ്, സ്റ്റേറ്റ് വഖഫ് ബോർഡുകൾ എന്തിനാണ്, അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്, ഇതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞ കെയർ ടേക്കറായ മുത്തവലി എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടീസ് എന്താണ് തുടങ്ങിയ ഒരു വഖഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും ഡീൽ ചെയ്യുന്ന ആക്ടാണ് ഈ വഖഫ് ആക്ട് ഓഫ് 1995. ഇന്നും നമ്മൾ ആ ആക്ട് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒറിജിനൽ ആക്ട് അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണൽ എന്നൊരു കോൺസെപ്റ്റ് കൂടി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വഖഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്ന ഒരു സിവിൽ കോർട്ട് പോലത്തെ കോടതിയാണ് വഖഫ് ട്രൈബ്യൂണലുകൾ. ഇവയ്ക്ക് പുറമെ മറ്റു ഒരു കോടതികളിലും ഈ വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയില്ല. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 അണ്ടറിലാണ് ഈ ഒരു ട്രൈബ്യൂണൽ ഈ പദവി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വഖഫ് ട്രൈബ്യൂണലുകൾ എടുക്കുന്ന ഡിസിഷൻസ് ഫൈനലും ബൈൻഡിങ്ങുമായിരിക്കും. മറ്റൊരു സിവിൽ കോർട്ടിനും ഒരു ലോ സ്യൂട്ടോ ലീഗൽ ഡിസ്പ്യൂട്ടോ ഇത്തരത്തിലുള്ള മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി പുതുതായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന അമെൻമെൻറ്റ് ബില്ലിലെ പ്രൊവിഷൻസ് എന്തൊക്കെയായിരുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുകയും അതിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. The very first change regarding its name, നമ്മുടെ ആക്ടിൻ്റെ പേരറിയാം, ദ വഖഫ് ആക്ട് എന്നാണ് പേര്. അത് ഇനി മുതൽ മാറിയിട്ട് ഉമീദ് ബിൽ അഥവാ ഉമീദ് ആക്ട് എന്നാകും എന്ന് ഈ ഒരു അമെൻമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. യൂണിഫൈഡ് മാനേജ്മെൻറ്റ് എംപവർമെൻറ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം. ഫസ്റ്റ് ചേഞ്ച് വന്ന ഇനി ഒരു പ്രൊവിഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 3I വരുന്ന ചേഞ്ചാണ്. സെക്ഷൻ 3I മുൻപ് പറഞ്ഞിരുന്നത് ഒരു പ്രോപ്പർട്ടീനെ എങ്ങനെ വഖഫായി പ്രഖ്യാപിക്കാം എന്നുള്ളതാണ്. അതിനൊരു പ്രൊവിഷനായിരുന്നു ഇത് വേണമെങ്കിൽ വേർബലി ഡിക്ലെയർ ചെയ്യാമെന്നുള്ളത്. അതായത് ഒരു വ്യക്തിക്ക് ഒരു പ്രോപ്പർട്ടി ഓണർക്ക് അയാളുടെ പ്രോപ്പർട്ടി വഖഫായി മാറ്റണമെങ്കിൽ അയാളത് വേർബലി പറഞ്ഞാലും ഞാൻ ഈ എൻ്റെ പ്രോപ്പർട്ടി ഇനി മുതൽ വഖഫായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഓറലി ഒരു എഗ്രിമെൻറ്റ് വെക്കുന്നതിലൂടെ പിന്നീട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പുതിയ അമെൻമെൻറ്റ് ആക്ടിൽ ഇനി മുതൽ ഒരു പ്രോപ്പർട്ടി വഖഫായി മാറ്റണമെങ്കിൽ അത് പ്രോപ്പറായ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്.
അടുത്തത് കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയെ പറ്റിയും ആ കൊടുക്കുന്ന വ്യക്തിയെ പറ്റിയിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 3R ആണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അതായത് എനി പേഴ്സൺ ആൻഡ് എനി പ്രോപ്പർട്ടി ഈസ് എലിജിബിൾ എന്നതായിരുന്നു മുൻപത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതായത് ഒരു വ്യക്തിക്ക്, അത് ഏതൊരു വ്യക്തിയും ആവാം, ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള അയാളുടെ സ്ഥലം അയാൾക്ക് വഖഫായി കൊടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി മുതൽ 2013 പ്രീ റെഗുലേഷനെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഇനി മുതൽ 5 വർഷം മിനിമം ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പ്രോപ്പർട്ടി വഖഫായി ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ നിയമം പറയുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായ രീതിയിൽ ട്രാൻസ്ഫറബിളായ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഇനി വഖഫായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രൊവിഷൻ വഖഫ് അൽ ഔലദ് എന്ന് പറയുന്നതായിരുന്നു. അതായത് പ്രൈവറ്റ് വഖഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. പ്രൈവറ്റ് വഖഫ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ പ്രോപ്പർട്ടി വഖഫ് എന്ന നിലയിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അയാളുടെ പേഴ്സണൽ യൂസിലേക്ക്, അതായത് ഫാമിലി റൺ ചെയ്യാനാകാം, മറ്റെന്തെങ്കിലും പേഴ്സണൽ യൂസിലേക്ക് ഉപയോഗിക്കുകയും ബാക്കി പാർട്ട് അത് ഒരു വഖഫ് എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ മരണശേഷം ആ പ്രോപ്പർട്ടി വഖഫായി പൂർണ്ണമായി മാറുകയായിരുന്നു രീതി. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാര്യം പുതിയ അമെൻമെൻറ്റിൽ നമുക്ക് കാണാം. ഇവിടെ ഒരു ഇൻഹെറിറ്റൻസ് റൈറ്റിൻ്റെ പ്രൊട്ടക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അമെൻമെൻറ്റ് ബില്ലിലൂടെ പറയുന്നു, അത്തരത്തിൽ ലാൻഡ് കൊടുത്ത ഒരു വ്യക്തി അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ലാൻഡിന് മറ്റ് സക്സസേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഇനി മുതൽ ആ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ്ലി വഖഫ് ആവുകയുള്ളൂ. അഥവാ ആ വ്യക്തിക്ക് അയാളുടെ വിഡോയോ ഡിവോഴ്സ്ഡ് ആയ വിമൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സക്സസേഴ്സ് ഉണ്ടെങ്കിൽ, അയാളുടെ പെൺമക്കളാവാം, ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വഖഫായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രോപ്പറായ രീതിയിൽ ഒരു ഇൻഹെറിറ്റൻസിന് വേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് വഖഫ് ബൈ യൂസർ എന്നുള്ള പ്രൊവിഷൻ്റെ റിമൂവലാണ്. അതായത് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഒരു പ്രോപ്പർട്ടി ഒരു വഖഫ് എന്ന നിലയിൽ ലോങ് ടേമിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു പർപ്പസിലേക്ക് പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ വഖഫായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു പ്രൊവിഷൻ, ആ ഒരു സെക്ഷനെ മൊത്തത്തിലും എടുത്തു കളഞ്ഞിട്ട് കൊണ്ടാണ് പുതിയ അമെൻമെൻറ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അടുത്തൊരു പ്രൊവിഷൻ ഇവിടെ കോളുകളൊക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊവിഷനാണ്. സെക്ഷൻ 40 എന്ന പ്രൊവിഷൻ്റെ റിമൂവലാണ്. സെക്ഷൻ 40 പറഞ്ഞിട്ടുണ്ടായിരുന്നത് വഖഫ് ബോർഡുകൾക്ക് യൂണിലാറ്ററലി ഒരു പ്രോപ്പർട്ടിയെ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഓതറൈസ് ചെയ്യാമെന്നുള്ളതായിരുന്നു. ആ പവറിനെ പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഈ പുതിയ ആക്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് പാസ്സായി ആക്ട് ആവുകയാണെങ്കിൽ ഇനി മുതൽ വഖഫ് ബോർഡുകൾക്ക് അത്തരത്തിലൊരു പവർ ഉണ്ടായിരിക്കുകയില്ല. അടുത്തൊരു പ്രൊവിഷൻ ട്രസ്റ്റുകളെ വഖഫിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തു എന്നതാണ്. അതായത് ട്രസ്റ്റുകളും വഖഫുകളും തമ്മിൽ പ്രോപ്പറായൊരു ലീഗൽ സെപ്പറേഷൻ ഇവിടെ വെക്കണമെന്ന് ഈ ഒരു ആക്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അതായത് മുസ്ലിംസ് ക്രിയേറ്റ് ചെയ്ത ട്രസ്റ്റുകൾ വഖഫ് എന്ന നിലയിൽ അതിൻ്റെ കീഴിൽ വരില്ല എന്ന്. അതായത് ആ ട്രസ്റ്റ് വഖഫ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ബട്ട് ട്രസ്റ്റുകൾ ഡിഫറൻ്റ് ആണ്, വഖഫ് ഡിഫറൻ്റ് ആണ് എന്നൊരു പ്രോപ്പറായ ലീഗൽ സെപ്പറേഷൻ ഈ ആക്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട വളരെ പ്രൊലോങ്ഡായ ലീഗൽ ഡിസ്പ്യൂട്ടുകളെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1963 പാസ്സായ ലിമിറ്റേഷൻ ആക്ട് ഇനി മുതൽ ഈ വഖഫ് പ്രോപ്പർട്ടികളുടെ മേലെയും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നൊരു ചേഞ്ച് കൂടി ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വഖഫ് ലാൻഡുകൾ ഷെഡ്യൂൾ 5 ആൻഡ് ഷെഡ്യൂൾ 6 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരെ, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ റൈറ്റുകളെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രൊവിഷൻസ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു സ്ഥലത്താണ് ഈ വഖഫ് ലാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് വഖഫ് അമെൻമെൻറ്റ് ബില്ല് മുന്നോട്ട് വെക്കുന്ന ആശയം. അടുത്തത് വഖഫുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവും ലീഗലുമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണലായിരുന്നു ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അക്കോർഡിംഗ് ടു ദ ആക്ട് മറ്റ് സിവിൽ കോടതികൾക്കൊന്നും ഇതിൽ ഇടപെടാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ട്രൈബ്യൂണലുകളുടെ ജഡ്ജ്മെൻറ്റുകൾ, ഡിസിഷൻസ് ഫൈനൽ ആൻഡ് ബൈൻഡിങ് ആയിരുന്നു എന്ന്. അപ്പം ഇതിനകത്തേക്ക് പുതിയ അമെൻമെൻറ്റ് ബില്ല് വന്നപ്പോൾ 2024 ഓഗസ്റ്റ് 8 മുന്നോട്ട് വെച്ചപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷനിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. മുൻപ് ശരിക്കും ഈ ആക്ട് അനുസരിച്ചുകൊണ്ട് 3 വ്യക്തികളാണ് ഈ ട്രൈബ്യൂണലിൽ അംഗങ്ങളായിട്ടുണ്ടാവുക. അതിൽ ചെയർമാനായിട്ടിരിക്കേണ്ട വ്യക്തി ഒരു ഡിസ്ട്രിക്ട് ലെവൽ ജഡ്ജായിരിക്കണം. സെക്കൻഡ് മെമ്പർ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ റാങ്കുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസർ ആയിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ലോയിൽ വളരെയേറെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്.
എന്നാൽ 2024 ഓഗസ്റ്റ് 8 ഈ ഒരു ബില്ല് മുന്നോട്ട് വെച്ചപ്പോൾ ഇതിൽ ചേഞ്ച് വന്നിട്ട് അതിൽ 2 വ്യക്തികൾ മാത്രം മതിയെന്നും അതിൽ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോ റിട്ടയർഡ് ആയതോ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കണമെന്നും സെക്കൻഡ് വ്യക്തി ഒരു ജോയിൻറ്റ് സെക്രട്ടറി റാങ്കുള്ള ഒരു ഓഫീസർ ആയിരിക്കണമെന്നും പറയുന്നു. മൂന്നാമത്തെ വ്യക്തി, അതായത് ഇസ്ലാമിക് ലോയിൽ എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തി എന്ന് പറയുന്ന പ്രൊഫഷൻ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാമത് റീടേബിൾ ചെയ്തിരിക്കുന്ന ഈ ബില്ലിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ തുടർന്ന് ഈ വെട്ടിക്കുറച്ച 2 മെമ്പേഴ്സ് എന്നുള്ളത് മാറ്റി പഴയ പോലെ തന്നെ 3 മെമ്പറുള്ള ഒരു ബെഞ്ചായിരിക്കണം ഇരിക്കേണ്ടത് എന്ന് തീരുമാനമായിട്ടുണ്ട്. ഇനി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും വഖഫ് ട്രൈബ്യൂണൽ ആയിരിക്കില്ല ഇനി മുതൽ ഫൈനൽ അതോറിറ്റി. അതിനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഡിസ്ട്രിക്ട് കളക്ടർക്കാണ് ഈ പവറുകൾ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചാണ് അപ്പീൽ മെക്കാനിസം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ ആൻഡ് ബൈൻഡിങ് ആയ ഡിസിഷനാണ്, അവിടെ വേറെ അപ്പീലിനുള്ള പ്രൊവിഷൻസ് ഒന്നും ഇല്ല എന്ന്. എന്നാൽ ഈ പുതിയ വഖഫ് അമെൻമെൻറ്റ് ബിൽ 2025 90 ദിവസത്തിനകം വഖഫ് ട്രൈബ്യൂണൽ ഡിസിഷൻസിനെ വേണമെങ്കിൽ നമുക്ക് ഹൈക്കോടതികളിൽ, അതായത് സംസ്ഥാനത്തെ ഹൈക്കോടതികളിൽ പോയി അപ്പീൽ ചെയ്യാം എന്നൊരു പ്രൊവിഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത മാസീവായ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് സെൻട്രൽ വഖഫ് കൗൺസിലിലെയും സ്റ്റേറ്റ് വഖഫ് ബോർഡിലെയും അംഗങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രശ്നമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ് അല്ലേ. നമുക്ക് അറിയാം, സെൻട്രൽ വഖഫ് കൗൺസിലിലും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലും അംഗങ്ങൾ എല്ലാവരും മുസ്ലിംസ് ആയിരിക്കണം എന്നുള്ളതാണ് മുൻപത്തെ ഒരു പ്രൊവിഷൻ. ആ അംഗങ്ങളിൽ മിനിമം 2 പേരെങ്കിലും സ്ത്രീകളായിരിക്കണമെന്നും ഒരു പ്രൊവിഷൻ വെക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ മാറ്റി വന്നിരിക്കുന്ന ഈ അമെൻമെൻറ്റ് ബില്ലിനകത്ത് ഇൻക്ലൂസിവിറ്റി എൻഹാൻസ് ചെയ്യാനെന്ന തരത്തിൽ ഇതിൽ 2 മെമ്പേഴ്സ് നോൺ മുസ്ലിം റെപ്രസെൻറ്റേറ്റീവ്സ് മിനിമം വേണം എന്ന് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നുണ്ട്. MP-മാർ, MLA-മാർ അല്ലെങ്കിൽ ബാർ കൗൺസിൽ മെമ്പർമാർ അത്തരത്തിലുള്ള ഒഫീഷ്യൽസ് വരുമ്പോഴത്തേക്കിന്, ഇല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സൊക്കെ വരുമ്പോൾ അവരുടെ കാര്യത്തിൽ ഈ ഒരു മുസ്ലിംസ് തന്നെ വേണം എന്ന് നിഷ്കർഷിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇനി മുതൽ മിനിമം 2 പേരെങ്കിലും നോൺ മുസ്ലിംസ് വേണം എന്നുള്ളതാണ് ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് മുന്നോട്ട് വെക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ മിനിമം 2 സ്ത്രീകളെങ്കിലും ഇതിൽ വേണമെന്നുള്ള കാര്യം റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഇൻക്ലൂസിവിറ്റി അവിടെ എൻഷുർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ ആ 2 സ്ത്രീകളും നിർബന്ധമായും മുസ്ലിംസ് ആയിരിക്കണമെന്നും ഈ ഒരു അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്നുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ കാര്യത്തിൽ മുൻപ് സർവേ ഒക്കെ നടത്തിയിരുന്നത് സർവേ കമ്മീഷണറായിരുന്നു. അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് സർവേ കമ്മീഷണർമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഒരു സ്റ്റേറ്റ് റവന്യൂ ലോയുടെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കണം സർവേകൾ കണ്ടക്ട് ചെയ്യണമെന്ന് പുതിയ അമെൻമെൻറ്റ് ബില്ല് പറയുന്നു. അതേപോലെ ഒരു വഖഫ് പ്രോപ്പർട്ടിയും ഗവൺമെൻറ് പ്രോപ്പർട്ടിയും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാലും, ഒരു പ്രോപ്പർട്ടി വരുമ്പോൾ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയും ആണ് അല്ലെങ്കിൽ അതിൽ ഗവൺമെൻറ് പ്രോപ്പർട്ടി ഇൻക്ലൂഡഡ് ആണ് എന്ന തരത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഫൈനൽ ഡിസൈഡിംഗ് ബോഡി ഇനി മുതൽ കളക്ടർ ആയിരിക്കും. ഡ്യൂറിങ് എൻക്വയറി ഇത് വഖഫായിട്ടായിരിക്കില്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, നോർമലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന തരത്തിൽ തന്നെ വർക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കളക്ടർ തീരുമാനിക്കുകയാണെങ്കിൽ അത് വഖഫാകാമെന്നും അതല്ല എങ്കിൽ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയായി മാറുമെന്നും ആക്ട് പറയുന്നുണ്ട്. സെപ്പറേറ്റ് ആയ വഖഫ് ബോർഡുകളുടെ രൂപീകരണവും ഈ ഒരു അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്നുണ്ട്. ബോറാസ്, അഖാഖാനി സെക്ടർ തുടങ്ങിയ സെക്ടറുകൾക്കൊക്കെ വേണമെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡുകൾ സ്ഥാപിക്കാമെന്നും ഈ ഒരു പ്രൊവിഷനിലൂടെ കാണാം. ഫിനാൻഷ്യലായ കാര്യങ്ങളിലും ഈ അമെൻമെൻറ്റ് ആക്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ റിഫോംസ് കൊണ്ടുവന്നിരിക്കുന്നത് വഖഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി വളരെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മാൻഡേറ്ററി കോൺട്രിബ്യൂഷൻ ടു വഖഫ് ഫണ്ട്സ് 7% നിന്നും 5% ആയി കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മോർ മണി വിൽ ബി ഡെഡിക്കേറ്റഡ് ടു ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് ഈ ഒരു ആക്ട് പറയുന്നത്. അതേപോലെ ഇൻകം ഓഡിറ്റിനെ പറ്റിയിട്ടും ഇത് സംസാരിക്കുന്നുണ്ട്. അതായത് 1 ലക്ഷമോ അതിൽ കൂടുതലോ ആനുവൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്റഡ് ഓഡിറ്റ്സ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗോ ചെയ്യേണ്ടി വരുമെന്നും ഈ ഒരു ആക്ട് പറയുന്നു. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും വളരെയേറെ കൂടുമെന്നും, അതായത് വഖഫ് പ്രോപ്പർട്ടികളുടെ മിസ്മാനേജ്മെൻറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നും അതിൻ്റെ അബ്യൂസുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പ്രോപ്പറായിട്ട് നടക്കാമെന്നും ഈ ഒരു അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഉദ്ദേശമായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇല്ലീഗൽ ട്രാൻസ്ഫറുകളോ എൻക്രോച്ച്മെൻറ്റുകളോ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടീസ് അഥവാ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ അമെൻമെൻറ്റ് ആക്ട് വഴി സാധിക്കും എന്ന് ഗവൺമെൻറ് പറയുന്നു. അതേപോലെ തന്നെ
മറ്റൊന്ന് ഇൻക്ലൂഷനും ഡൈവേഴ്സിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടുതൽ സ്ത്രീകളും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും ഈ ഒരു വഖഫ് ബോർഡിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനിൽ കൂടുതൽ ഡൈവേഴ്സിറ്റി കൊണ്ടുവരുമെന്നും ഇൻക്ലൂഷൻ സാധ്യമാകുമെന്നും ഗവൺമെൻറ് പറയുന്നു. പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ്, അതായത് പ്രത്യേകിച്ചും കറപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റിലെ ഇൻഎഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയെല്ലാം നീക്കി മാറ്റാൻ ഈ ഒരു അമെൻമെൻറ്റ് ആക്ടിന് സാധിക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇതിനകത്ത് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടെന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടായിരിക്കും ഇതിൽ ഇത്രയേറെ ക്രിറ്റിസിസം വന്നത്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ദ വെരി ഫസ്റ്റ് ക്രിറ്റിസിസം ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓൺ റിലീജിയസ് റൈറ്റ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ 14 നമുക്ക് ഇക്വാളിറ്റിക്കുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്, 25-ഉം 26-ലും നമുക്ക് റിലീജിയസ് ഫ്രീഡം തന്നിട്ടുണ്ട്, 29-ൽ നമുക്ക് മൈനോറിറ്റീസിന് വേണ്ടുന്ന ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എസ്പെഷ്യലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു നിയമം, ഈ പറഞ്ഞ 14, 25, 26, 29 തുടങ്ങിയ ആർട്ടിക്കിളുകളെയൊക്കെ വയലേറ്റ് ചെയ്യുന്നു എന്നൊരു ക്രിറ്റിസിസം ഇവിടെ വന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ മുൻപ് പറഞ്ഞിരുന്നു വഖഫ് ബോർഡിലേക്ക് നോൺ മുസ്ലിംസിൻ്റെ ഇൻക്ലൂഷനെ മാൻഡേറ്ററി ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇത് ഒരു റിലീജിയസ് പ്രോപ്പർട്ടിയുടെ അവരുടെ കമ്മ്യൂണിറ്റിയുടെ മാനേജ്മെൻറ്റിൽ ഇൻ്റർഫിയർ ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഒരു ക്രിറ്റിസിസം പറയുന്നത്. സെക്കൻഡ് തിങ് ഇൻക്രീസ് ഗവൺമെൻറ് കൺട്രോൾ ആണ്. അതായത് ഈ ബില്ല് പറയുന്നുണ്ട് വഖഫ് പ്രോപ്പർട്ടിയോ ഇല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ഇവിടെ വരുന്ന ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സ്റ്റേറ്റ് അതോറിറ്റീസിന് പവർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിക് ഓവർ റീച്ചിലേക്കുള്ളൊരു ഷിഫ്റ്റ് അല്ലേ ഇത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്തതൊരു ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി കൺസൾട്ടേഷനാണ്. നമുക്കറിയാം ഈ ഒരു വഖഫ് എന്ന് പറയുന്നത് തന്നെ ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാം എന്ന റിലീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ഇവിടെ വേണ്ടത്ര ഈ മുസ്ലിം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കൺസൾട്ടേഷൻ പ്രോപ്പറായി എടുത്തിട്ടില്ല എന്നൊരു ക്രിറ്റിസിസം കൂടി ഉയർന്നു വരുന്നുണ്ട്. പിന്നീട് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുകളെ എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന പ്രൊവിഷനെയൊക്കെ റിമൂവ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മുൻപ് പ്രോപ്പർട്ടീസിന് ഫോർമലായ ഡോക്യുമെൻറ്റേഷൻ ഇല്ലെങ്കിലും അത് വഖഫ് പ്രോപ്പർട്ടിയായിട്ട് മാറ്റാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നൊരു ക്രിറ്റിസിസം കൂടി വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു വഖഫ് ട്രൈബ്യൂണൽ അതോറിറ്റിയുടെ റിമൂവലോടുകൂടി ഇനിയും ഡിസ്പ്യൂട്ടുകൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവുകയും കൂടുതൽ ഡിസ്പ്യൂട്ടുകൾ വരികയും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊരു ക്രിറ്റിസിസം വരുന്നുണ്ട്. അതേപോലെ പ്രധാനമായിട്ടും ഈ നോൺ മുസ്ലിം റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കാരണം ഒരു ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് ആ നിയമത്തെ പറ്റിയിട്ട് ഒട്ടും അവെയർ അല്ലാത്ത കുറച്ച് വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അതൊട്ടും ശരിയായ ഒരു രീതിയല്ല എന്ന് കൂടി ക്രിറ്റിസിസം മുന്നോട്ട് വെക്കുന്നവർ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ വളരെ ഫാക്ച്വലായിട്ട് ഓരോ കാര്യങ്ങളെ പറ്റിയും വിശദമായി പഠിക്കാനും നമുക്ക് വളരെ റാഷണലായ ഒരു രീതിയിൽ ഇതിനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ stay positive, stay motivated and work hard. You can do it.